അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഈ റമദാൻ മാസത്തിൽ നോമ്പായിരിക്കുമല്ലോ. നമ്മളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നോമ്പ് നോറ്റു പോയാൽ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല. അതിൽ ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് വെറും വേസ്റ്റ് ആയിട്ട് പോകും. അള്ളാഹുവിന് നമ്മുടെ നോമ്പ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് വേണം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാനും നമ്മുടെ ജീവിതം നന്നാക്കാനും വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് വെറുതെ നമ്മൾ പട്ടിണി കിടക്കും പോലെ ആയിപ്പോവും. അല്ലാതെ നമ്മുടെ നോമ്പിന് ഒരു പുണ്യവും ഒരു കൂലിയും കിട്ടുകയില്ല. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുക, മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുക എന്നത്. ഇത് ഒന്നാമത്തെ തെറ്റാണ്. മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അള്ളാഹുവിന് നമ്മുടെ നോമ്പ് ആവശ്യമില്ല. മറ്റുള്ളവരുടെ പച്ച ഇറച്ചി നിങ്ങൾ തിന്നുകൊണ്ട് നോമ്പെടുത്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന് ആ നോമ്പിന് ആവശ്യമില്ല. നിങ്ങളുടെ നോമ്പിന് പ്രതിഫലം കിട്ടുകയില്ല. അതുപോലെ രണ്ടാമത്തതാണ്, നിങ്ങൾ പിണക്കമുള്ളവർ, കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവാസികളിലോ അല്ലെങ്കിൽ നാട്ടുകാരിലോ എവിടെയും ആവട്ടെ, പിണക്കമുള്ളവർ, അവരെ പൊരുത്തപ്പെടിച്ച് അവരുടെ കൂടെ അനങ്ങാതെ നോമ്പ് നോൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കില്ല. നിങ്ങളുടെ ദുആയും അള്ളാഹു സ്വീകരിക്കില്ല. അത് ഉറപ്പാണ്. നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ ഇതിൽ ആരെങ്കിലും പിണക്കമുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോട് എന്ന്. അപ്പോൾ അവിടെ നിന്നൊരു സഹാബി എഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വെറുതെയാവും. വെറുതെ അങ്ങനെ നമ്മുടെ നോമ്പ് പായാക്കരുത്. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഒരു ഇഞ്ച് താണെങ്കിലും നിങ്ങൾ പോയിട്ട് അവരുടെ കൂടെ അനങ്ങുക, ഇണക്കം സൃഷ്ടിക്കുക. അവരെ അനങ്ങുകയോ അനങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ല. അത് അള്ളാഹുവായിട്ട് ആക്കിക്കോട്ടെ. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. അടുത്ത ഒരു തെറ്റാണ് ഹറാം കാണുക, വ്യഭിചരിക്കുക. നോമ്പിന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ നടന്നു പോയിരിക്കെ ഒരു അന്യ സ്ത്രീയെ കണ്ടു അല്ലെങ്കിൽ അന്യ പുരുഷനെ കണ്ടു. നിങ്ങൾ അവരെ ഒന്ന് അറിയാതെ നോക്കുമ്പോൾ, പോയിരിക്കെ കണ്ടിരിക്കുമ്പോൾ, അറിയാതെ കാണുമ്പോൾ, ഒറ്റത്തവണ കാണുമ്പോൾ നമുക്ക് തെറ്റ് കിട്ടില്ല. നമ്മൾ ഒരു വട്ടം കണ്ട് ആഹാ അവൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയിട്ട് അവനൊന്ന് നോക്കിയാൽ അല്ല അവളെ ഒന്ന് നോക്കിയാൽ നമ്മൾ അവിടെ ഹറാമ് ചെയ്തു. നമ്മളെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഹറാമ് കണ്ടു. അറിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോവും. അള്ളാഹുവിന് നമ്മുടെ നോമ്പ് ആവശ്യമില്ല. അതുപോലെ ഫോണിലായിക്കോട്ടെ ഹറാം വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നോമ്പ് നോറ്റിട്ട് ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ കാണുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഹറാമ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പിന് കൂലി കിട്ടില്ല. നമ്മുടെ നോമ്പ് പായാക്കി പോവും. അടുത്ത ഒരു കാര്യമാണ് നോമ്പ് നോറ്റുകൊണ്ട് കളവ് പറയുക. കളവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. അള്ളാഹുവിന് നിങ്ങളുടെ നോമ്പ് ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടില്ലേ, കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കുട്ടിയെ കൊണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വർണമെടുത്ത് കള്ളൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കഥ നമ്മൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ കള്ളൻ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കളവ് പറയരുത് എന്ന്. അപ്പോൾ വീട്ടിൽ ആരും കളവ് പറയാൻ പാടില്ല. ഉമ്മമാർ കളവ് പറയാൻ പാടില്ല, ബാപ്പന്മാർ കളവ് പറയാൻ പാടില്ല. നമ്മൾ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും കളവ് പറയും. അതുകൊണ്ട് കളവ് പറയുന്നവൻ്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. റമദാൻ മാസത്തിൽ നമ്മൾ ദീനിയായിട്ടിരിക്കാനും എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാനും ശ്രമിക്കുക. റമദാൻ മാസം മാത്രം നന്നായാൽ പോരാ, റമദാൻ കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു നന്മ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. മാക്സിമം മറ്റുള്ളവരെ കുറിച്ച് ഇറച്ചി തിന്നാതിരിക്കുക. അതുപോലെ പിണക്കങ്ങൾ മാറ്റുക. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ കാര്യം നമ്മൾ നോക്കുക. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക. റമദാനിലുള്ള ദിക്റുകൾ ചൊല്ലുക. ദിക്റുകൾ ധാരാളം അധികരിപ്പിക്കുക. ഇബാദത്ത് പറയുന്ന സമയം കൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.